ശവപ്പെട്ടിയിൽ നിന്ന് ലഭിച്ച നാരങ്ങയ്ക്ക് 1.5 ലക്ഷം രൂപ. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ? സത്യമാണ്. അതും ഈ നാരങ്ങയുടെ പഴക്കം എത്രയാണെന്ന് കേൾക്കണ്ടേ? 285 വർഷം, അതായത് ഏകദേശം 3 നൂറ്റാണ്ട് അടുപ്പിച്ചെന്ന് പറയാം. ഒരു അരമുറി നാരങ്ങ വെള്ളത്തിന് പോലും 20 രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ മുഖം ചുളിക്കുന്നവരാണ് നമ്മൾ പലരും. അപ്പോഴാണ് 285 വർഷം പഴക്കമുള്ള കറുത്തുരുണ്ട ഒരു നാരങ്ങയ്ക്ക് 1.5 ലക്ഷം രൂപ, അതായത് കൃത്യമായി പറഞ്ഞാൽ 1.48 ലക്ഷം രൂപ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു നാരങ്ങ കഥയാണിത്. വലിയ വിലയൊക്കെ നൽകി ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളൊക്കെ കൂടെ കൂട്ടാൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ തയ്യാറാകുന്ന നിരവധി പേരുണ്ട്. അത്തരത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായ ഒരു സാധാരണ നാരങ്ങ 1.48 ലക്ഷം രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 285 വർഷം പഴക്കം കണക്കാക്കുന്ന ഈ നാരങ്ങ 1416 പൗണ്ടിനാണ്, അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം 1.5 ലക്ഷം രൂപയോളം വരും, ലേലത്തിൽ പോയത്. പുരാതനമായ ഈ നാരങ്ങ ഒരു ശവപ്പെട്ടിയിൽ നിന്നാണ് ലഭിച്ചതെന്നാണ് വാസ്തവം. ലേലക്കാരായ യുകെയിലെ ഷ്രോപ്ഷെയറിലെ ബ്രെറ്റൽസ് കുടുംബത്തിന് അവരുടെ 19-ാം നൂറ്റാണ്ടിലെ പൂർവികരുടെ കല്ലറയിൽ നിന്നാണ് ഈ നാരങ്ങ ലഭിച്ചത്. വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഈ പൂർവിക ശവമഞ്ചം സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനിടെ പിൻഭാഗത്തുള്ള ഒരു ഡ്രോയറിൽ നിന്നാണ് ഈ നാരങ്ങ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നാരങ്ങയിലെ എഴുത്തുകൾ കണ്ടതോടെയാണ് ഏവരും ഞെട്ടിയത്. ഇതിൽ നിന്നാണ് ഈ നൂറ്റാണ്ടുകളുടെ പഴക്കവും ഇതൊരു പ്രണയത്തിന്റെ ഒരു സിമ്പിളായി മാറിയ ഒരു നാരങ്ങയൊക്കെയായി മാറിയത്. ആ നാരങ്ങയിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഗിവൺ ബൈ മിസ്റ്റർ പി ലു ഫ്രാഞ്ചിനി നവംബർ 4, 1739 ടു മിസ് ഇ ബാക്സ്റ്റർ എന്നായിരുന്നു. അതായത് 1739 മിസ്റ്റർ പി ലു ഫ്രാഞ്ചിനി എന്ന വ്യക്തി മിസ് ഇ ബെസ്റ്റിന് കൊടുത്ത ഒരു യുവതി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യുവതിക്ക് കൊടുത്ത ഒരു നാരങ്ങ എന്നുള്ളതായിരുന്നു ഇതിൽ എഴുതിയിരുന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെ ആലേഖനം ചെയ്തിരുന്നതിനാൽ തന്നെ നാരങ്ങ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാരണം 1739 എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നുള്ളതാണ് ആ ശവമഞ്ചത്തിനും ആ നാരങ്ങയ്ക്കും. മാത്രവുമല്ല, ഈ ഒരു ശവപ്പെട്ടി പണ്ടത്തെ കൊളോണിയൻ ഇന്ത്യയിലേക്കാണെന്നുള്ള വിശ്വസിക്കപ്പെടുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ രീതികളൊക്കെ എന്നുള്ളതാണ് ദി സൺ എന്ന് പറയുന്ന ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു പ്രണയ സമ്മാനമായി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയതാകാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു കൗതുകത്തിന്റെ പുറത്താണ് നാരങ്ങ ലേലത്തിന് വച്ചതെന്നാണ് ലേലക്കാരനായ ഡേവിഡ് ബ്രെറ്റൽ പറഞ്ഞത്. 40 മുതൽ 60 പൗണ്ടായിരുന്നു നാരങ്ങയ്ക്ക് വില പ്രതീക്ഷിച്ചത്. എന്നാൽ നൂറ്റാണ്ടുകളുടെ കഥ പറഞ്ഞ നാരങ്ങ സ്വന്തമാക്കാൻ തിക്കും തിരക്കുമായി ഇതോടെ ലേലം കൊടുത്തു. ഷ്രോപ്ഷെയറിലെ ന്യൂ പാർട്ടിയിൽ നടന്ന ലേലത്തിൽ ആകർഷകമായ 1100 പൗണ്ടിന് നാരങ്ങ ലേലം ചെയ്തു വിറ്റു. മറ്റ് ഫീസുകൾ കൂടി കൂട്ടിയതോടെ ആകെ തുക 1416 പൗണ്ടായി. എന്തായാലും ഇതിൽ രസകരമായ ഒരു വസ്തുത, ഈ നാരങ്ങ ഒളിച്ചു വച്ചിരുന്ന അല്ലെങ്കിൽ ഈ നാരങ്ങ സൂക്ഷിച്ചു വച്ചിരുന്ന ആ വലിയ ശവപ്പെട്ടിക്ക് ലേലത്തിൽ ലഭിച്ചത് വെറും 32 പൗണ്ട് മാത്രമാണ്. അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഈ ലേലക്കാർക്കും ലേല ലോകത്തിനും വലിയ ആവേശമൊക്കെ പകർന്നിരിക്കുകയാണ്. എന്തായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ കൗതുകപരമായ കാര്യങ്ങൾ കൂടി നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നുണ്ട്.